ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിൻ്റെ പ്രയാണം 63 നായന്മാരിലൂടെ മനകാഞ്ചന നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. ചോള സാമ്രാജ്യത്തിലെ ഫലഭൂയിഷ്ഠമായ സ്ഥലമായിരുന്നു കാഞ്ചരൂർ. അവിടുത്തെ ജനങ്ങളെല്ലാം ശിവഭക്തരായിരുന്നു. പാരമ്പര്യ സേനാധിപതിയായിരുന്നു നായനാർ. എല്ലാവർക്കും നായനാരെ ബഹുമാനമുണ്ടായിരുന്നു. സുന്ദരമൂർത്തി നായനാരുടെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹവും ജീവിച്ചിരുന്നത്. ശിവഭക്തരെ സേവിക്കുക എന്നതായിരുന്നു നായനാരുടെ ജീവിത ലക്ഷ്യം. വളരെ കാലമായി അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ശിവഭഗവാനോടുള്ള തീവ്രഭക്തിയിൽ നായനാർക്ക് ഒരു പെൺകുഞ്ഞ് ഉണ്ടാവുകയും ചെയ്തു. നായനാരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്ത് കുഞ്ഞിന്റെ ജനനം ആഘോഷിച്ചു. അവൾ വളർന്നു. വിവാഹപ്രായമായപ്പോൾ എയർകോൺ കലികാമറുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ശിവഭഗവാൻ തന്റെ ഭക്തനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നെറ്റിയിൽ ഭസ്മം ധരിച്ച് രുദ്രാക്ഷമിട്ട് മനുഷ്യരോമം കൊണ്ട് നിർമ്മിച്ച ഒരു പുണ്യനൂലും ധരിച്ച് ഒരു മഹാവ്രതന്റെ രൂപമെടുത്തു. നായനാരുടെ വീട്ടിലെത്തി. നായനാർ യഥാവിധി സ്വീകരിച്ചിരുത്തി മര്യാദകൾ ചെയ്തു. സന്യാസി വര്യൻ നായനാരോട് ചോദിച്ചു, വീടെല്ലാം അലങ്കരിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരുടെ മുഖത്തും സന്തോഷം കാണുന്നുണ്ടല്ലോ, എന്താണ് വിശേഷം? നായനാർ ഭവ്യതയോടെ മകളുടെ വിവാഹമാണ്, അങ്ങ് അവളെ അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ്. മകൾ സന്യാസിയുടെ കാൽ തൊട്ട് വന്ദിച്ചു. സന്യാസിയുടെ നോട്ടം അവളുടെ മുടിയിലായിരുന്നു. നായനാരെ, നല്ല ഭംഗിയുള്ള മുടിയാണ് മകളുടേത്, എനിക്കത് ലഭിച്ചാൽ സന്തോഷമാവും. നെഞ്ചിനെ അലങ്കരിക്കുന്ന നൂലാക്കി മാറ്റാം എന്നും കൂട്ടിച്ചേർത്തു. ദാനധർമ്മത്തിന് പേരുകേട്ട നായനാർ ഒട്ടും ആലോചിക്കാതെ മകളുടെ മുടി മുഴുവൻ അറുത്തുകൊടുത്തു. സന്യാസി അതോടെ അപ്രത്യക്ഷനായി. വരന്റെ വീട്ടുകാർ വന്നു. പെൺകുട്ടിയെ കണ്ട് അവർ അമ്പരന്നു. വികൃതമായിരിക്കുന്നല്ലോ, എങ്ങനെയാ വിവാഹം കഴിക്കുക എന്ന് ചിന്തിക്കുകയാണ്. പാർവതി സമേതനായി ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും നായനാരെ അനുഗ്രഹിക്കുകയും മകളുടെ മുടി പഴയതുപോലെ ആവുകയും ചെയ്തു. അങ്ങനെ അവരുടെ വിവാഹം കെങ്കേമമായി നടന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ദാനവും ഭക്തിയും എങ്ങനെയാവണമെന്ന് നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു. ഓം ശിവശക്തൈക്യരൂപിണീ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.